ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പായ മിൽക്ക് ഷേക്കാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ ഒരു വലിയ പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് മിൽക്ക് ക്യൂബ്, പിന്നെ ഒരു ഗ്ലാസ് പാല്, 2-3 സ്പൂൺ ബൂസ്റ്റ്, പിന്നെ ഒരു 5-10 ബദാം, ഒരു പിടി കശുവണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി. ഇനി നമുക്ക് ഈ ബദാമും കശുവണ്ടിപ്പരിപ്പും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടെ നമുക്ക് പപ്പായയും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിക്കാം. തിളപ്പിച്ചാറ്റി ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്ത പാലാണിത്. കൂടെ നമുക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്നടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കണ കാഷ്യൂസും ബദാമും പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്യാം. മിക്സിയിലിട്ട് അടിക്കരുത്, സ്പൂൺ വെച്ച് തന്നെ ചെയ്യണം. കാരണം നമ്മളിത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നട്ട്സ് നമുക്ക് വായിൽ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ 2 ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഒരു 1/4 ഗ്ലാസ് പപ്പായ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് വീതം ബൂസ്റ്റും ചേർത്ത് കൊടുക്കാം. അതിനു മേലെ വീണ്ടും നമുക്ക് കുറച്ചും കൂടി പപ്പായ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കാഷ്യൂസും ബദാമും ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിനു മേലെ നമുക്ക് കുറച്ച് ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബൂസ്റ്റിന് മേലെ നമുക്ക് കുറച്ച് മിൽക്ക് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പാല് നന്നായി പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് അതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ക്യൂബ്സ് ആക്കി എടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മേലെ കുറച്ച് നട്ട്സും കൂടി ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പപ്പായ ഷേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ പപ്പായ ഷേക്ക് ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പപ്പായ ഷേക്ക് ചെയ്തിരിക്കുന്നത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. നാളെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.